ഈ സ്ഥലങ്ങളിൽ ജമ്മു പത്താൻകോട്ടിലും പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ളത് ഇന്ത്യൻ സൈന്യം തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായതെന്ന് സൈന്യം വ്യക്തമാക്കുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ആളപായമില്ല. ഒപ്പം ഈ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ആ തരത്തിൽ ആണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ ഒരു കൺഫർമേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിലവിലെ സാഹചര്യത്തിൽ 8 മിസൈലുകളാണ് എത്തിയതായി. 8 മിസൈലുകളെയും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് S-400 എന്ന മിസൈൽ വേദ പ്രതിരോധ സംവിധാനം കൊണ്ട് അത് നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഇസ്ലാമാബാദിലും മിസൈൽ ആക്രമണം ഉണ്ടായെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ലാഹോറിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായെന്നുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. സിയാൽകോട്ടിൽ ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആ തരത്തിൽ ഇന്ത്യയുടെ തിരിച്ചടി അത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരിച്ചടി വളരെ ശക്തമായി ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇനി ഏത് തരത്തിലായിരിക്കും ഒരു തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള കൂടിക്കാഴ്ചകൾ പല ഇടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുതിർന്ന സൈനിക മേധാവികളടക്കം യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ അധ്യക്ഷനായിട്ടുള്ള NSAയുടെ പ്രധാനപ്പെട്ട ചുമതലയിലുള്ള അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തുന്നു പ്രധാനമന്ത്രിയുമായി. അങ്ങനെ കൂടിക്കാഴ്ചകൾക്ക് ശേഷം എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമ്മു പത്താൻകോട്ട് തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായെന്നുള്ള കൃത്യമായി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ആ തരത്തിൽ നേരത്തെ ചെയ്തു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഭീകരവാദികൾക്ക് നേരെയുള്ള ആക്രമണം എന്നതിനപ്പുറത്തേക്ക് സൈനികർക്ക് നേരെയോ സാധാരണക്കാർക്ക് നേരെയോ ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്രമിക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഇന്ത്യ വ്യക്തമാക്കിയതാണ്. പക്ഷേ സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പാകിസ്ഥാൻ വളരെ ശക്തമായ തരത്തിൽ തന്നെ മുമ്പോട്ട് പോയിരുന്നു. നിലവിൽ 16 സാധാരണക്കാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നും സമാനമായ തരത്തിൽ, അത് നേരത്തെ ജമ്മുവിൽ മാത്രമായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് മറ്റു മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ജയ്സാൽമീർ അടക്കമുള്ള മേഖലകളിലേക്ക് അത്തരത്തിൽ ഷെല്ലാക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഷെല്ലാക്രമണം രൂക്ഷമാകുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് ഇന്ത്യ നിൽക്കും, അല്ലെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ S ജയശങ്കർ തന്നെ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ പ്രതികരണമായി പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായി അടിക്ക് തിരിച്ചടി നൽകും, പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ആ തരത്തിലേക്ക് ഒരു പ്രത്യാക്രമണത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലും ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തെയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആക്രമണ ശ്രമത്തെയോ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നില്ല. അതിന് തിരിച്ചടി നൽകും എന്നുള്ള തരത്തിൽ ആണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. വ്യോമ മേഖലയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിമാനങ്ങൾ ഏതാണ്ട് 400-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കുന്നു ഈ മേഖലയിലൂടെയുള്ള. അതോടൊപ്പം തന്നെ വിദേശ വിമാനങ്ങൾ സർവീസുകൾക്കും ഇതിലെ പോകാനുള്ള, ഈ മേഖലയിലൂടെ പോകാനുള്ള അനുമതി നൽകില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഡൽഹിയിൽ വളരെ ശക്തമായ തരത്തിലുള്ള, അല്ലെങ്കിൽ വളരെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ പുതിയ തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ പല മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ തരത്തിൽ ഇന്ത്യ ഇനി എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അത്തരം വാർത്തകളാണ് ഇനി പുറത്തേക്ക് വരേണ്ടത്. ഏതായാലും നാളെ എന്നൊരു ദിവസത്തേക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹരിയാന, പഞ്ചാബ്, അതോടൊപ്പം തന്നെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്കൂളുകൾക്ക്, അല്ലെങ്കിൽ ഈ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം അത് ജമ്മു കാശ്മീരിലും പഞ്ചാബിന്റെ വിവിധ മേഖലകളിലുമായിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ മേഖലകളിലേക്ക് അത്തരത്തിൽ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് ഒരു കുറെ കൂടി
യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉരുത്തിരിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ ഏത് പ്രകോപനത്തെ നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ സർക്കാരിന് ഇക്കാര്യം സൈന്യം അറിയിച്ചതാണ്. അത് കുറെ കൂടി ഇപ്പോൾ ശക്തമായി ആ കാര്യങ്ങൾ അറിയിക്കുന്നു എന്നുള്ളതാണ്. ലാഹോറിലും സിയാൽകോട്ടിലും കറാച്ചിയിലും സ്ഫോടനങ്ങൾ നടന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ മിസൈൽ ആക്രമണവും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണവും പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ വിവിധ നഗരങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ. ഇന്ത്യയുടെ തിരിച്ചടി അങ്ങനെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള തരത്തിൽ ആണ് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ വ്യോമാക്രമണം നടക്കുകയാണ്.